Good afternoon, all. Good afternoon, ma'am. Afternoon. Afternoon, miss. നമ്മളെ സ്പില്ലേജ് വേസ്റ്റ് ഏതാണ്ട് അവസാനിക്കാറായി അല്ലേ? മറന്നുപോയോ? കഴിഞ്ഞ ആഴ്ച 2 ദിവസം കഴിഞ്ഞോടുകൂടി അങ്ങടെ എടുത്തു വെച്ചു അല്ലേ? വീണ്ടും നമുക്ക് സ്പില്ലേജ് വേസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് അതിലേക്ക് വരാം. ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി നമുക്ക് അവശേഷിക്കുന്നുണ്ട് അല്ലേ? മിസ്സിനകത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ ഞാൻ പൊതുവെ മോക്ക് ടെസ്റ്റില് പ്രധാനമായിട്ടും ഉൾപ്പെടുത്താറുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്തു നിന്നാണ്. അതായത് പലതരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഓരോ ടെക്നോളജിയും എന്താണ് ആ ടെക്നോളജിയിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ഈ ടെക്നോളജി ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞു അബ്രിവിയേഷൻ ബേസിൽ നിന്ന് കുറച്ച് ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാവുന്നതാണ്. കുറെ അബ്രിവിയേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് അല്ലെ? ആ വേസ്റ്റില് കുറെയൊക്കെ സെയിം പാറ്റേൺ ആണ്. അതായത് സ്റ്റെപ്സുകളെല്ലാം തന്നെ സെയിം ആണ്. ചിലത് മാത്രമാണ് നമുക്ക് വേരിയേഷൻ ഉള്ളൂ. അപ്പൊ അതിൽ കുറച്ച് സൊല്യൂഷന്റെ പേരുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സൊല്യൂഷനൊക്കെ മസ്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോ അതിന്റെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് അല്ലെ? അപ്പൊ നാം എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു 5-6 ക്വസ്റ്റ്യനാണ് പ്രതീക്ഷിക്കാനുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും വരുന്ന ഓരോ ഭാഗങ്ങൾ എടുത്ത് പഠിക്കുക. പ്രധാനമായിട്ടും ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കിന്റെ ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ആ ലാസ്റ്റ് ടോപ്പിക് ഒന്നിച്ചെടുത്ത് പോവാതിരുന്നത്. കാരണം പൊതുവെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഗ്രീൻ കെമിസ്ട്രി, പ്ലാസ്മ ഗാസിഫിക്കേഷൻ, ബയോറെമഡിയേഷൻ, അത് നമുക്കറിയാവുന്നതാണ്. ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. then അതേമാതിരി തന്നെ ഈ കുറച്ച് അബ്രിവേഷൻസുകളൊക്കെ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. then ഞാൻ പറഞ്ഞു ഓരോ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഡിഫറെന്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ആ സൊല്യൂഷന്റെ ഒക്കെ നെയിം ഓർത്ത് വെക്കുക. then കുറച്ച് അതിലും അല്ലെ ഫസ്റ്റ് ടൈമില് ഞാൻ കുറച്ച് അല്ലെ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോയി കാണാം ഇല്ലേ? അണ്ടർലൈൻ ചെയ്തില്ലേ? നോട്ട് ചെയ്യാൻ പറയുമ്പോഴൊക്കെ അണ്ടർലൈൻ ചെയ്തായിരുന്നോ? ഓക്കെ, ചെയ്തവരുണ്ട്. അപ്പൊ അത്രയും വലിയ ഇതിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പോകുമ്പോഴേ ഏകദേശം ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല നമുക്കറിയാം ഓപ്ഷൻ ഉണ്ട് അല്ലെ? ഓപ്ഷൻ വായിച്ചു തീർക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തെരഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടോപ്പിക് കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അതുവരേക്കും നിങ്ങൾ ഓക്കെ അല്ലേ? അയച്ചു നോക്കിയായിരുന്നോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ലാസ്റ്റ് ടോപ്പിക് നോക്കാം. എന്താണ് നമ്മൾക്ക് അറിയേണ്ടത്? അതായത് ഈ കാലഘട്ടത്തില് സ്പില്ലേജ് വേസ്റ്റ് എന്താന്നുള്ള കാര്യം മനസ്സിലായി. അതായത് ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് ഇത്രയും ഡേഞ്ചറസ് ആണ്. കാരണം അവിടെയുള്ള വർക്കേഴ്സിനെയും പേഷ്യൻസിനെയും എൻവയോൺമെന്റിനെയും ഒരേപോലെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാലഘട്ടത്തില് അല്ലെ പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തില് അത് അത്തരത്തിലുള്ള സംസ്കരണ രീതികളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പുതിയ നവീകരണമായിട്ടുള്ള രീതിയിലൊക്കെ അവൈലബിൾ ആണ് അല്ലെ? പലതരത്തിലും പണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്ഡേഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിപ്പോ ഇൻ കേസ് അത് മാത്രമല്ല മെഷീൻസ് അല്ലെ പുതിയ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടുള്ള പുതിയ ആ ഒരു വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന സംസ്കരണ രീതികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടതാണ്. അതിൽ കുറച്ച് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു 3-4 പോയിന്റ്സ് ആണ്. അത്തരത്തിലുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത്, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ടെക്നോളജി ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്.
എന്താണ് പറയുന്നത്, അനലൈസിംഗ് ട്രെൻഡ്സ് ആൻഡ് ദ ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. എന്താണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്? അപ്പൊ പണ്ട് അതെ എല്ലാ കാര്യത്തിലും മനുഷ്യന്റെ ഹ്യൂമൻ എഫേർട്ട് ഇച്ചിരി കൂടി അല്ലെ ഭയങ്കര ഡെവലപ്ഡ് എന്ന് വെച്ചാൽ അവര് കുറെ കണ്ടുപിടുത്തങ്ങൾ അല്ലെ ഈ കാലഘട്ടത്തിലൊക്കെ ഐയുടെ ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കുറച്ചും കൂടി നവീകരണ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെയും കൂടി കുറച്ചും കൂടി കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയാ കുറെ കഴിവുകളൊന്നും നമുക്ക് വേണ്ടാതെ വരും, പുതിയ കഴിവുകളൊക്കെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ആണോ? എനിക്ക് മാത്രം തോന്നുന്നത് എന്താണോ? ഇപ്പൊ തന്നെ നമ്മള് പെട്ടെന്ന് തന്നെ അല്ലെ ഈ ഒരു രീതിയിലേക്കൊക്കെ മാറി. ഓക്കെ, കുറച്ചും കൂടി കഴിയുമ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു യുഗം തന്നെ ആയിട്ട് വരും. അപ്പൊ കുറച്ചും കൂടി ടെക്നോളജിയിൽ എല്ലാ കാര്യത്തിലും തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വരും, നമ്മളതെല്ലാം ക്യാച്ച് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇതിലും റോബോട്ടിക്കിന്റെ റോബോട്ടിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സാന്നിധ്യത്തിൽ തന്നെ ഈ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നതാണ്. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആർ ബീയിങ് നിങ്ങളുടെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഡെവലപ്ഡ് ടു ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ് സേഫ്ലി ആൻഡ് സ്കിൽഫുള്ളി. അതായത് നമുക്കറിയാം അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ സ്കിൽഫുള്ളി നല്ല നൈപുണ്യത്തോട് കൂടിയിട്ട് തന്നെ അത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് റോബോട്ടിക് ഓട്ടോമേഷനിൽ നടക്കുന്നത്. ദിസ് ക്യാൻ ഹെൽപ്പ് ലെസൺ the risk of exposure for healthcare workers and make a better the accuracy and speed of waste handling and disposal. കേസ് നമുക്കറിയാം ഹ്യൂമന്റെ എഫേർട്ട് കൊണ്ട് നമ്മൾ സാധാരണയായിട്ട് വില്ലേജ് വേസ്റ്റ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് വേണം ആ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നിയുക്ത പേഴ്സൺ അല്ലെ പോവേണ്ടത് എന്നുള്ള കാര്യം നമ്മള് വില്ലേജ് വേസ്റ്റ് പഠിച്ചപ്പോൾ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു ഇല്ലേ? വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോ ഇവിടെ ആ ഒരു പേഴ്സണ് പകരം ഹ്യൂമന്റെ എഫേർട്ടിന് പകരം റോബോട്ടുകളെയാണ് അത്തരം പ്രവൃത്തി ചെയ്യാനായിട്ട് നിയുക്തമാക്കുന്നത്. നമുക്കറിയാം റോബോട്ടുകളെ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ അതിനുള്ള സജ്ജീകരണങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെന്താണ് അവർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ഡ്യൂട്ടികൾ കൃത്യമായിട്ട് തന്നെ ആക്യുറേറ്റോട് കൂടി എന്ന് വെച്ചാൽ കൃത്യതയോടും അതോടൊപ്പം തന്നെ സ്പീഡിലും തന്നെ അല്ലെ വേസ്റ്റുകളൊക്കെ ഏത് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കുന്നത്. ഡേഞ്ചറസ് വേസ്റ്റുകളാണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ വേസ്റ്റ് ബിന്നില് നിക്ഷേപിക്കും. അവിടെ മനുഷ്യന്റെ ആ ഒരു സ്പർശം അവിടെ ഏൽക്കേണ്ടതായിട്ട് വരില്ല. This can help lessen the risk of exposure for healthcare workers. അല്ലെ അവിടെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊന്നും അപകടം ഏൽക്കേണ്ടതായിട്ട് വരുന്നില്ല. ആൻഡ് മേക്ക് ബെറ്റർ ദ ആക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ. അപ്പൊ നമുക്കറിയാം റോബോട്ടിന്റെ സഹായത്തോടു കൂടി ആവുമ്പോൾ തന്നെ കൃത്യതയോട് കൂടിയിട്ടും സ്പീഡോട് കൂടിയിട്ടും ഇത്തരത്തിലുള്ള സംസ്കരണ കാര്യങ്ങളല്ലേ നമ്മൾ വേസ്റ്റ് ബിന്നിലൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ സൗകര്യപൂർവ്വം നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷനില് പ്രധാനമായിട്ടും ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ഹ്യൂമന്റെ എഫേർട്ടിന് പകരമായിട്ട്. ക്ലിയറായോ? പൊതുവെ ചോദിച്ചു കാണാറുള്ളത് ഡാഷ് ടെക്നോളജീസ് ആർ ബീയിങ് ഡെവലപ്ഡ് ടു ഹാൻഡിൽ ഡേഞ്ചറസ് വേസ്റ്റ് സേഫ്ലി ആൻഡ് സ്കിൽഫുള്ളി. ഏത് ടെക്നോളജിയാണ് അതിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ്. ഓക്കെ, ക്ലിയർ ആയോ? ക്വസ്റ്റ്യനും എന്താണ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളതും ആ ഒരു പോയിന്റും ഒക്കെ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോകാം. ബയോ റെമഡിയേഷൻ. എന്താണ് ബയോ റെമഡിയേഷൻ രീതി അനുസരിച്ചിട്ട് ഈ വേസ്റ്റുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. ദിസ് ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ്. അതായത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ വിഘടനം നടത്തുകയാണ്. എന്തിന്റെ സഹായത്തോട് കൂടിയിട്ട്? നമ്മുടെ പ്രകൃതി ഇണങ്ങുന്ന തരത്തിലുള്ള ബയോളജിക്കൽ പ്രോസസ്സോട് കൂടിയിട്ട് തന്നെ അത്തരത്തിലുള്ള വലിയ ഡേഞ്ചറസ് വേസ്റ്റുകളെ വിഘടന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. This can be effective and environment friendly approach to spillage waste management. അതായത് നമുക്കറിയാം ജൈവ കണങ്ങളെ കൊണ്ട് തന്നെ അല്ലെ നമുക്ക് പ്രകൃതിക്ക് ഭംഗം വരാത്ത ദോഷം വരാത്ത രീതിയിലുള്ള ജൈവ കണങ്ങളെ കൊണ്ട് തന്നെ സൂക്ഷ്മ ജീവികളെ കൊണ്ട് തന്നെ വലിയ വലിയ ഡേഞ്ചറസ് വേസ്റ്റുകളെ
അതിനെ വിഘടനം നടത്തി അല്ലെ ചെറിയ ചെറിയ തണ്ടുകളാക്കി ഘടകങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ബയോറെമഡിയേഷൻ പ്രക്രിയയിൽ നടപ്പാക്കുന്നത്. അപ്പൊ അവിടെ എടുത്ത് പറയുന്നത് ദിസ് ടെക്നോളജി യൂസസ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ടു ബ്രേക്ക് ഡൗൺ ഡേഞ്ചറസ് വേസ്റ്റ്. അവിടെ നാച്ചുറൽ ആയിട്ട് അല്ലെ നമ്മള് പ്രകൃതിക്ക് ദോഷം വരുത്താത്ത വിധത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവിടെ അത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി എഫക്റ്റീവ് ആൻഡ് എൻവയറൺമെന്റൽ ഫ്രണ്ട്ലി അപ്രോച്ച് ടു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അത് ഫലപ്രദമാണ്, ഒപ്പം തന്നെ പ്രകൃതിക്ക് ദോഷകരമായ രീതിയിലല്ലാത്ത രീതിയിലുമാണ് അവിടെ ആ പ്രവർത്തനം സാധ്യമാക്കുന്നത്. ഓക്കെ, ഇവിടെയും ക്വസ്റ്റ്യൻ വരും, എന്താണ് which technology uses a natural biological process to break down dangerous waste. ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് ബയോറെമഡിയേഷൻ അല്ലെ, ബയോറെമഡിയേഷൻ ടെക്നോളജിയാണ് അവിടെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മൾ 2 പോയിന്റ് പഠിച്ചു. ഫസ്റ്റ് വണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. ഓക്കെ, നിങ്ങൾ പഠിച്ചു പോവുക. അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. സെക്കൻഡ് പോയിന്റ് ബയോറെമഡിയേഷൻ. ബയോറെമഡിയേഷൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ആണ്. റോബോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് ടെക്നോളജിയാണ് അല്ലെ, അവിടെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു സർഫിന് സ്കിൽഫുൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 പോയിന്റും ഒക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് പ്ലാസ്മ ഗാസിഫിക്കേഷൻ. അവിടെ ARC എന്നുള്ള ആ ഒരു വീട് അവിടെ വന്നിട്ടുണ്ടാവില്ല, നിങ്ങളുടെ പുസ്തകം അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. പ്ലാസ്മ ഗാസിഫിക്കേഷൻ ആണ്. എന്താണ് പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ പറയുന്നത്? പ്ലാസ്മ ഗാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് യൂസസ് ഹൈ ഉണ്ട്, അതിലുമുണ്ട്. അപ്പൊ ഒന്ന് കട്ട് ചെയ്തേരെ. പ്ലാസ്മ ഗാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്ലാസ്മ ഗാസിഫിക്കേഷനിൽ എന്താ പറയുന്നത്? പ്ലാസ്മ ഗാസിഫിക്കേഷൻ is a process that uses high temperatures to break down unsafe waste, including spillage waste, into its constituent components. This technology can minimize the volume of waste, lessen the risk of exposure to dangerous substances, and regain valuable materials for reuse. അതായത് ഇവിടെ പ്രധാനമായിട്ടും അവിടെ എന്താണ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്? കൂടുതൽ ചൂട് അല്ലെ, ചൂട് കൊടുത്തിട്ട്, അതേ കേസ് നമുക്കറിയാം ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ വൈദ്യുതിയുടെ പ്രധാനമായിട്ടുള്ള കേസ് എന്തെങ്കിലും ബാറ്ററിയുടെയോ വൈദ്യുതിയുടെ സഹായത്തോട് കൂടിയിട്ട് കൂടുതൽ ചൂട് എന്താണ് അത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ അവിടെ സാധാരണ രീതിയിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അല്ലെ ഓയിലും ഇതൊക്കെ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നു പറയും അല്ലെ. അതേമാതിരി തന്നെ നമ്മൾ കുറെ കത്തിച്ച് പ്രധാനമായിട്ടും കുറെ എണ്ണകളൊക്കെ ഉത്പാദിപ്പിക്കുന്നു പറയും. ഇൻ കേസ് നമ്മുടെ എന്താണ് വീടുകളിലും പരിസരത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് എന്താണ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം വേസ്റ്റുകൾ നമ്മൾ എന്താണ് എങ്ങനെയാണ് ആദ്യം ഒന്ന് ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കുക? ഇൻ കേസ് എന്താണ് ചൂടുള്ള കാലഘട്ടമൊക്കെ ആണെങ്കിൽ ഒന്ന് ചവറിനൊക്കെ കൂട്ടിയിട്ടിട്ട് തീ കൊടുക്കും, കൊടുക്കാറുണ്ടോ? ഓക്കെ ഓക്കെ അപ്പൊ കത്തിക്കുന്ന സമയത്ത് എന്താണ് ആ വലിയ കൂമ്പാരം എന്താവും? അത് ചാരമായിട്ട് മാറും അല്ലെ, ചെറിയ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തില്ലേ? ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്കറിയാം ചില മെറ്റൽസ് ഒക്കെ എന്താണ്, ചില കത്തി പോവാത്ത ചില മെറ്റൽസ് ഒക്കെ ഉണ്ടാവും. ഇരുമ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് നമ്മള് അല്ലെ സെയിൽ ചെയ്യും, റീയൂസിന് വേണ്ടിയിട്ടൊക്കെ സെയിൽ ചെയ്യും. അപ്പൊ അവിടെ എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അവിടെ റീയൂസ് ചെയ്യാനും സാധിക്കും, വലിയൊരു വേസ്റ്റിനെ നമുക്ക് ലഘൂകരിക്കാനും സാധിക്കും. നമുക്കറിയാം ചില കാര്യങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ കത്തിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. നമ്മളിപ്പോ പ്ലാസ്റ്റിക് കവറൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അല്ലെ ലീഗലായിട്ടുള്ള ഇഷ്യൂ ഒക്കെ വരേണ്ടതായിട്ട് അതിനൊക്കെ ഫിക്സ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും, അല്ലാത്ത അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും. ചെറിയൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പ്ലാസ്മ ഗാസിഫിക്കേഷനിലും ആ ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഉയർന്ന താപനില ഉപയോഗിച്ചിട്ട് അല്ലെ ഇത്തരത്തിലുള്ള സ്പില്ലേജ് മാലിന്യങ്ങള്, അത് സുരക്ഷിതമല്ലാത്ത മാലിന്യങ്ങളൊക്കെ
അതിന്റെ ഘടകങ്ങളെല്ലാം എന്താണ് വിഘടിക്കുന്ന പ്രക്രിയ അല്ലെ, ആ ഘടകങ്ങളെയൊക്കെ വിഘടിപ്പിക്കുക, അതായത് ചൂട് കടത്തി വിട്ടിട്ട്. then എന്താണ് അപ്പോ വിഘടിപ്പിച്ച് കഴിയുമ്പോൾ എന്താണ് അളവ് കുറയും അല്ലെ. then എന്താണ് അതിൽ എന്തെങ്കിലും എന്താണ് യൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇനി നമുക്ക് പോയിന്റിലേക്ക് നോക്കാം. Plasma gasification is a process that uses high temperatures to break down unsafe waste, including spillage waste, into its constituent components. അപ്പൊ അതിലേക്ക് ടെമ്പറേച്ചർ കടത്തിവിടുന്നു. then അപ്പൊ എന്താണ് ആ വേസ്റ്റുകളെല്ലാം എന്താണ് ചെറിയ ഘടകങ്ങളായിട്ട് മാറുന്നു. then എന്താണ് അതില് അല്ലെ ഇൻക്ലൂഡിങ് സ്പില്ലേജ് വേസ്റ്റ്, അതായത് ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ സ്പില്ലേജ് വേസ്റ്റിനെയും ഈ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. into its constituent components, അപ്പൊ ചെറു ഘടകങ്ങളായിട്ട് മാറുന്നു. This technology can minimize the volume of waste, lessen the risk of exposure to dangerous substances, and regain valuable materials for reuse. നമുക്കറിയാം വലിയ അപകടം പിടിച്ചതിനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും, ലഘൂകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീയൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആയോ? കെമിസ്ട്രി തലത്തിലൊക്കെ നോക്കുമ്പോ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ അതായത് ഹൈഡ്രജനും കാർബണും അങ്ങനെയൊക്കെ കുറെ കത്തിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അതിന് അതിൻ്റെതായി ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കി പോയാൽ മതി. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കിടക്കും. അതായത് വലിയൊരു ഉപായത്തിന് നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ റീയൂസിന് സാധിക്കും അല്ലെ. അത് ഉപയോഗപ്രദമാകുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലെ. ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ടു ബ്രേക്ക് ഡൗൺ അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക. പ്ലാസ്മ ഗാസിഫിക്കേഷനിലാണ് ആ ഒരു പ്രോസസ്സ് നടപ്പാക്കുന്നത്. ക്ലിയർ അല്ലേ? പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ്സ് മസ്റ്റ് ആയിട്ടും നോക്കാതെ പോകാതിരിക്കാം. then എന്താണ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രിയിൽ ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രീൻ കെമിസ്ട്രി നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ. എന്താണ് ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനി ഐഡിയ? നമ്മളിപ്പോ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം നമ്മൾ എന്ത് കവറാണോ ഉപയോഗിക്കണം എന്നൊക്കെ പറയാറ് ആദ്യം അത് കൃത്യമായിട്ട് തന്നെ നടപ്പാക്കിക്കൊണ്ടൊക്കെ പോന്നായിരുന്നു. എവിടേക്കോ വെച്ച് ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. എനിവേ അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിരോധിക്കാനായിട്ട് ഒരു ഇത് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞത്? എന്തെങ്കിലും റീസൺ ഉണ്ടാവോ? പ്ലാസ്റ്റിക് കവറുകൾ വേണ്ട. ഓക്കെ ഡീകമ്പോസിഷൻ. ഓക്കെ അത് നമുക്കറിയാം. അതല്ലേ സംസ്കരണത്തിലേക്ക് വളരെ അതായത് പ്രകൃതിക്ക് ഇണങ്ങാത്ത ഒരു സംഭവമാണ് അല്ലെ. അത് കുറച്ചും കൂടി പ്രകൃതിയോട് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കവർ പ്ലാസ്റ്റിക് കവർ വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ എന്താണ് നമ്മളിപ്പോ വേസ്റ്റ് സംഭവങ്ങളാണെങ്കിൽ കൂടുതലും അതിലെ കണ്ടന്റ് കെമിക്കൽ ആയിട്ടുള്ള സാധനത്തെക്കാൾ ഉപരി എന്താണ് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് വെച്ചിട്ടുള്ള ഉൽപാദനങ്ങൾ നടപ്പാക്കുക. അങ്ങനെ വരുമ്പോഴെന്താണ് അത് പ്രകൃതിക്ക് ദോഷം ചെയ്യില്ല. അപ്പൊ നോക്കാം. ഗ്രീൻ കെമിസ്ട്രി is an approach to chemical design and production that aims at reducing the use and generation of dangerous substances. അതായത് ഇതിന്റെ ഒരു രീതി എന്ന് വെച്ചത് എന്താണ് നമ്മൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ആ പ്രൊഡക്ഷനിലെ പ്രധാനമായിട്ടും ലക്ഷ്യമിടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ ലഘൂകരിക്കുന്ന തരത്തിലുള്ള ഡിസൈൻ രൂപകൽപ്പനകളൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെ. നമ്മളിപ്പോ പ്ലാസ്റ്റിക് കവറിന് പകരം
എന്താണ് പേപ്പർ കവറുകളൊക്കെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന എയിം എന്താണ്? അത് ഈവൻ വേസ്റ്റ് ആയി പോയാൽ തന്നെയും പ്രകൃതിക്ക് ദോഷം സംഭവിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേസ് വേസ്റ്റ് ആവാൻ സാധ്യതയുള്ള വസ്തുക്കളാണെങ്കിൽ കൂടി ആ വേസ്റ്റിൽ കണ്ടെങ്കിൽ അല്ലെ അതിൽ കൂടുതലായിട്ടുള്ള ഡേഞ്ചറസ് വേസ്റ്റുകൾ വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് ജനറേഷൻ ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. അപ്പൊ ആ ഒരു ഡിസൈൻ കാര്യങ്ങൾ, രൂപകൽപ്പന കാര്യങ്ങൾ വെച്ചായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഗ്രീൻ കെമിസ്ട്രിയിലാണ് പൊതുവെ എന്താണ് ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് എയിംസ് അറ്റ് റെഡ്യൂസിംഗ് ദ യൂസ് ആൻഡ് അല്ലെ നമ്മള് ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളുടെ യൂസേജ് കുറച്ചുകൊണ്ട് വരാൻ അല്ലെ, അതാണ് പ്രധാനമായിട്ടും ഗ്രീൻ കെമിസ്ട്രിയിൽ എയിം ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത്. This can help to bring down the amount of dangerous waste produced, including leakage waste. ഇപ്പൊ ലീക്കേജ് വേസ്റ്റുകളാണെങ്കിൽ കൂടി ഹോസ്പിറ്റലിലെ ഇത്തരത്തിലുള്ള സ്പില്ലേജ് ലീക്കേജ് വേസ്റ്റുകളാണെങ്കിൽ കൂടി അതിൽ കെമിക്കൽ കണ്ടന്റ് കുറവാണ് എങ്കിൽ എന്താണ് അത് വലിയ പ്രശ്നമില്ല. അതല്ലേ അത്തരത്തിലുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അത് പ്രകൃതിക്ക് അല്ലെ ഇണങ്ങി പൂക്കോളും, അല്ലെങ്കിൽ അവിടെയുള്ള ഹെൽത്തിന്റെ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഹെൽത്തിനൊന്നും ദോഷം സംഭവിക്കാൻ സാധ്യത വരുന്നില്ല. ഓക്കെ, ആ ഒരു രീതിയാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ എടുത്തു പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് നാനോ ടെക്നോളജി. എന്താണ് നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി ഒരു കാര്യം വരും അല്ലെ? എന്തായിരിക്കും നാനോ എന്ന് പറയുമ്പോൾ തന്നെ ഓടി വരുന്നത് മൈൻഡിലേക്ക്? ഒന്നും വന്നില്ല? നാനോ എന്ന് കേൾക്കുമ്പോ തന്നെ ഓക്കെ നാനോ കാർ. യെസ്. അപ്പോ എന്താണ് നമുക്കറിയാം ഒരു ചെറിയൊരു അല്ലെ എന്നാ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, സ്മോൾ അല്ലെ. നാനോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാനോ കാറൊക്കെ എന്ന് വെച്ചാൽ അവനവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കും, ഇടത്തരക്കാരൊക്കെ ഉപയോഗിക്കാനും സാധിക്കും. എന്താണ് എന്നാ കാറാണ് തന്നെ അല്ലെ, നമ്മുടെ 1-2 പേരോ അല്ലെ കുറച്ച് പേർക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാനും സാധിക്കും. എന്ന് പറഞ്ഞ മാത്രം തന്നെ ഇവിടെ നാനോ ടെക്നോളജിയാണ്. സ്പില്ലേജ് വേസ്റ്റ് നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നാനോ ടെക്നോളജി is being developed to give more effective and environment friendly solution for dangerous waste management, which includes spillage waste. അതായത് ഹോസ്പിറ്റൽ സ്പില്ലേജ് വേസ്റ്റ് അത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് വളരെ എന്താണ് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് നാനോ ടെക്നോളജി വഴി ലഭ്യമാകുന്നത്. ഇതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നാനോ particles can be used selectively to bind hazardous substances, making them easier to eliminate and dispose of safely. അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആക്കിയിട്ട് അല്ലെ നമ്മള് വലിയൊരു ഡേഞ്ചറസ് വേസ്റ്റിൽ നമ്മൾ എന്താണ് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എന്തെങ്കിലും എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് നാനോ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ കണങ്ങളാക്കിയിട്ട് വേസ്റ്റ് അല്ലെ അത് കൈകാര്യം ചെയ്യാതെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഒഴിവാക്കുകയാണെങ്കിൽ വലിയ ഒരു അപകടങ്ങളൊന്നും അവിടെ ഒളിഞ്ഞിരിക്കില്ല അല്ലെ. ചെറിയ ചെറിയ ഘടകങ്ങളാക്കിയിട്ടാണ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിനെ പറ്റിയ രീതിയിൽ ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം ചെറിയ ഒരു കാന്തമൊക്കെ അല്ലെ, അപ്പൊ അത്തരത്തിലുള്ള സൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ അത് നമുക്കറിയാം എല്ലാ കൈകൊണ്ടൊന്നും എടുക്കാൻ പറ്റാത്ത ഷാർപ്പ് വസ്തുക്കളൊക്കെ ആണെങ്കിൽ കാന്തമൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെ ചെറിയ അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെറുതാക്കി നമുക്ക് വേസ്റ്റ് കൃത്യമായിട്ട് ഇടേണ്ട ഇതികളിലേക്കൊക്കെ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നിച്ചു നിൽക്കുന്ന ആ കൂമ്പാരത്തെ നമുക്ക് ചെറിയ ചെറിയ ഘടകങ്ങളാക്കിയിട്ട് അഥവാ അത് മാത്രമല്ല ഒന്നിച്ചതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഇവിടെ നാനോ ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് വലിയ ഡേഞ്ചറസ് വേസ്റ്റിനെ നമുക്ക് ചെറിയ ചെറിയ ഘടകങ്ങളാക്കി ഘട്ടം ഘട്ടമാക്കി തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രധാനമായിട്ടും നാനോ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ആണോ? അപ്പൊ നമ്മള് കുറച്ച് പോയിന്റ്സ് ഉള്ളതെങ്കിലും എല്ലാം വ്യത്യസ്തമാണ് അല്ലെ. അതില് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ നമ്മൾ പറഞ്ഞു, then ബയോറെമഡിയേഷൻ, then പ്ലാസ്മ ഗാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി.
ഇത്തരം 5 അല്ലെ, അത് പ്രധാനമായിട്ടും 5 തന്നെ നോക്കി പോവുക. കാരണം ഏതെങ്കിലും ഒരെണ്ണെങ്കിലും ചോദിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ചൊന്നും അല്ലെ, നമുക്കത് ഓപ്ഷൻ വരുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസൈൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ കാര്യങ്ങൾ, പിന്നെ ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെ. പിന്നെ റോബോട്ടിക് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്കിൽഫുള്ളി അല്ലെ, ഒരു സേഫ്ലി ആയിട്ട് സ്കിൽഫുള്ളി ആയിട്ട് തന്നെ ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ റോബോട്ടിന്റെ സഹായത്തോടു കൂടി തന്നെ ആ വേസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി. അത് ഓക്കെ, നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം ഓക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റിയോ? പേരുകൾ ഒന്ന് ഓർത്ത് മൈൻഡിലേക്ക് വെക്കുക. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഭാഗത്തുനിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പൊതുവെ സ്പില്ലേജ് വേസ്റ്റില് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഭാഗത്തുനിന്നും. അതുമാതിരി തന്നെ ഇതിലെ കുറെ അബ്രിവേഷൻസ് ഉണ്ട്. RCA, RCRA, OSHA, BPA എന്നൊക്കെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പറയാം. പ്ലാസ്മ ഗാസിഫിക്കേഷൻ അല്ലെ. പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ ആണ് അതിൽ കടത്തി വരുന്നത്. അതായത് കൂടുതൽ കേസ് നമുക്കറിയാം താപനില ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയാവാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ കൂടുതലായിട്ട് അല്ലെ ബൾക്കായിട്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള സ്പില്ലേജ് വേസ്റ്റ് കുമ്പാരങ്ങളെ എന്താണ് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഈ ചൂട് കടത്തിവിടുന്നതനുസരിച്ചിട്ട് തന്നെ ചില വസ്തുക്കൾ നമുക്കറിയാം ഉരുകി പോകുന്നതായിരിക്കും. ഓക്കെ, പെട്രോളിയം പോലെയുള്ള എണ്ണ പോലെയുള്ള ദ്രാവക രൂപത്തിലേക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ചിലത് നമുക്കറിയാം ചെറിയ ചെറിയ കൂമ്പാരങ്ങളായിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോ ഇങ്ങനെ കടത്തി വിടുമ്പോൾ ചൂട് കടത്തി വിടുമ്പോൾ അതിന്റെ ആ പ്രോഡക്റ്റിന്റെ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും അതിൽ നിന്ന് എന്താണ് നമുക്ക് ഔട്ട്കം കിട്ടുക അല്ലെ. അത് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് ആണോ ആ പ്രോഡക്റ്റിനെ ചൂട് കടത്തി വിടുമ്പോൾ ചിലപ്പോൾ ദ്രാവക രൂപത്തിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ നേരത്തെ ചവറ് കത്തിച്ചപ്പോൾ ഓക്കെ അതില് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു ചവറ് കത്തിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ചാരാടാണ് അല്ലെ. ചാരം ഹാഷാണ്. ആ ഹാഷിൽ നിന്ന് ആണ് നമ്മൾ എന്താണ് മെറ്റീരിയൽസ് നല്ല വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റൽസ് എന്തെങ്കിലും റീയൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അതായത് കത്തിയാല് നഷ്ടപ്പെട്ടു പോകാത്തത്. ഇൻ കേസ് ഇതേമാതിരി തന്നെ ചില അതല്ലേ ചിലതെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ദ്രാവക രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ദ്രാവകത്തില് ചിലപ്പോ എന്താണ് റീയൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അവശേഷിക്കുന്നുണ്ടാവാം. ആ ദ്രാവക രൂപത്തിൽ നിന്ന് നമുക്കതെടുത്ത് റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്നുള്ളത്? ഓക്കെ ആയോ? ദെൻ നമുക്ക് ഫസ്റ്റ് ഒന്നും കൂടി ജസ്റ്റ് പറഞ്ഞു പോവാം. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷനിൽ പറഞ്ഞത് എന്താണ്? റോബോട്ടിന്റെ സഹായത്തോടുകൂടി അവിടെ പേഴ്സൺ ഹ്യൂമൻ ബീയിങ്ങിന് പകരം ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാൻ റോബോട്ടുകളെയാണ് നിയുക്തമാക്കുന്നത്. റോബോട്ടുകളുടെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്കറിയാം അവിടെ പേഴ്സൺസിനൊന്നും അല്ലെ ഒരു അപകടം സംഭവിക്കില്ല, അവരുടെ ഹെൽത്തിനൊന്നും പ്രോബ്ലം സംഭവിക്കുന്നില്ല. റോബോട്ടുകളാണെങ്കിൽ ഇച്ചിരി കൂടി കൃത്യതയോട് കൂടിയിട്ട് സ്പീഡിലും അവരുടെ വർക്ക് ചെയ്യും അല്ലെ. മനുഷ്യനാണെങ്കിൽ നമുക്കറിയാം അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത് അല്ലെ. ഒരു നമുക്കറിയാം ഒരു സ്പില്ലേജ് എന്ന് പറയുമ്പോൾ കെമിക്കൽ സ്പില്ലേജ് ആവാം, റേഡിയേറ്റീവ് സ്പില്ലേജ് ആവാം, എന്തും ആവാം. അവിടെ അണുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഭയങ്കര കെയർഫുൾ ആയിട്ട് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അവർക്ക് സ്പീഡിലൊന്നും ആ വേസ്റ്റുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വേസ്റ്റ് ബിന്നിലെല്ലാം നിക്ഷേപിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ശരിയല്ലേ? റോബോട്ടുകളാണെങ്കിൽ അവർക്കറിയാം അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചിട്ട് തന്നെ അവര് സ്പീഡിൽ അതിന്റെ ഡ്യൂട്ടി അവർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഒന്നും വരുന്നില്ല അല്ലെ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതാണ് റോബോട്ടിക് ഓട്ടോമേഷനിൽ വരുന്നത്. വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാൻ റോബോട്ടുകളെയാണ് അവിടെ അസിസ്റ്റ് ചെയ്യുന്നത്. ബയോ റെമഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് ആണ് നടക്കുന്നത്. അതായത് ഇൻ കേസ് എന്തെങ്കിലും സൂക്ഷ്മ കളങ്ങളെ കൊണ്ട് തന്നെ
ആ വേസ്റ്റുകളെ എന്താണ് ജൈവമായ രീതിയിൽ തന്നെ, അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തില് ആ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ സൂക്ഷ്മ ജീവികളെ എന്തെങ്കിലും അതിലേക്കൊക്കെ നിക്ഷേപിച്ച ആ വേസ്റ്റുകളൊക്കെ അത് തന്നെ കൈകാര്യം ചെയ്ത് വിഘടിപ്പിച്ച് തന്നെ എന്താണ് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലേക്ക് ആക്കുന്നതാണ്. ക്ലിയർ ആയോ? ബയോറെമഡിയേഷൻ technology uses natural biological process to break down dangerous waste. Okay. Then next ഞാൻ പറഞ്ഞു പ്ലാസ്മ ഗാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ കടത്തി വിട്ടിട്ട് എന്താണ് ആ വേസ്റ്റിനെ വിഘടിപ്പിക്കുന്ന ഒരു രീതിയാണ്. ദെൻ അവിടെ റീയൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യും വേസ്റ്റിൽ വരുന്ന വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രിയിലെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതായത് എന്തെങ്കിലും നമുക്കറിയാമല്ലോ, ഗ്രൂപ്പ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട് അല്ലെ, എന്താണ് സെർച്ചുകളുണ്ട്, അതേമാതിരി ഒരുപാട് സംഭവങ്ങൾ അല്ലെ. അവിടെ ഓരോ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ആ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ആ വേസ്റ്റിൽ പിന്നിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ കെമിക്കൽ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് എന്താണ് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന സംഭവങ്ങളാക്കി മാറ്റുക, അത്തരത്തിലുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ നിരോധിക്കാനായിട്ട് എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും അതിന് പകരമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്താണ് പേപ്പർ കവറുകളൊക്കെ അല്ലെ. പേപ്പർ കവറുകളൊക്കെ എന്താണ് അതുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നത്, അത് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. അതേസമയം പ്ലാസ്റ്റിക് ആകുമ്പോൾ അത് പ്രകൃതിക്ക് ദോഷകരമാണ്. അതുപോലെ തന്നെ എന്താണ് അവിടെ വേസ്റ്റ് വരാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ കെമിക്കൽ കണ്ടന്റ് കുറച്ചുകൊണ്ട് വരുവാനായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുക. Chemistry is an approach to chemical design and production that aims at reducing the use and generation of dangerous substances. അപ്പൊ ഡേഞ്ചറസ് ആയിട്ടുള്ള ഘടകങ്ങൾ റെഡ്യൂസ് ചെയ്ത് വരാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഓക്കെ, ജൈവ കണ്ടന്റുകൾ, ജൈവ രീതിയിൽ തന്നെ ആയിട്ടുള്ള വസ്തുക്കൾ, അതിന്റെ ഘടകങ്ങൾ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നാനോ ടെക്നോളജി എന്ന് പറയുമ്പോഴും ചെറിയ ഒരു രീതിയിൽ, അതായത് വേസ്റ്റുകളെയൊക്കെ പാർട്സ് ആക്കി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇൻ കേസ് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഉപകരണങ്ങളെങ്കിൽ അതും എന്താണ് ചെറുതായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു കാന്തമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷാർപ്പായിട്ടുള്ള വസ്തുക്കളൊക്കെ, അതപ്പോ ഹെൽത്തിനും ഇഷ്യൂ വരുന്നില്ല. അതേമാതിരി തന്നെ എന്താണ് വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുമ്പോഴും കുറച്ച് കുറച്ച് തന്നെ ലഘൂകരിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, സോളാർ പാനൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വൈദ്യുതി അല്ലെ, നമ്മള് എന്താ പറയുക, ഓക്കെ, അത് പ്രകൃതിക്കാണെങ്കിലും അങ്ങനെ വേസ്റ്റ് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് അത് എത്രത്തോളം അറിയില്ല. ഓക്കെ, നമ്മള് ഇലക്ട്രിസിറ്റി കാര്യങ്ങൾക്കൊക്കെയാണല്ലോ അത്. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ സ്പില്ലേജ് വേസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. വലിയ ചാപ്റ്റർ ആയിരുന്നു. ബോറടിച്ചോ നിങ്ങൾക്ക്? അതില് ക്വസ്റ്റ്യൻ വരുന്ന പ്ലേസുകളൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ അതിലെ കുറച്ച് സ്റ്റെപ്സുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു പോവാറുണ്ട്. അപ്പൊ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, അതെന്താണ് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്നൊക്കെ ഉള്ള കാര്യം. ആ 2 സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതില് എന്താണ് നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള മെർക്കുറി സ്പില്ലേജ് വേസ്റ്റില് പ്രധാനമായിട്ട് നമ്മള് എന്താണ് ജ്വല്ലറി ഐറ്റംസിന് ഒരു പ്രാധാന്യമുണ്ട് അല്ലെ. അവിടെ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അത് ഏത് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നോക്കാം. പിന്നെ പൊതുവെ ഏത് തരത്തിലുള്ള വേസ്റ്റുകൾ അല്ലെ, ട്രാൻസ്മിറ്റബിൾ ഡിസീസസിന്റെ കാര്യമൊക്കെ ജസ്റ്റ് കാണാറുണ്ട്. അവിടെയൊക്കെ HIV, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അല്ലെ, അവിടെയൊക്കെ ചെറിയൊരു രീതിയിലൊക്കെ ആ ഒരു ലെറ്ററൊക്കെ മാറ്റി കൺഫ്യൂസ്ഡ് ആക്കി തരാറൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. മിക്കവാറും ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, എന്തെങ്കിലും നോക്കാറുണ്ടോ? എവിടെയെങ്കിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെയാണോ? നമുക്കൊരു അടുത്ത ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാലോ? ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്, CSSD. ഓക്കെ, ആവശ്യമുണ്ടോ? എല്ലാവരുടെയും കയ്യിലുണ്ടോ? എടുക്കാം. ഓക്കെ, എല്ലാവരും എടുത്തോ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? CSSD എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കും അല്ലെ, എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും അവിടെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്, അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കായിട്ട് ഉപയോഗിക്കും അല്ലെ. ഒരു പേഷ്യന്റിനും അത് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഉപയോഗിക്കും. ഈ എക്യുപ്മെന്റിന്റെ ഇപ്പൊ പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ആവുമ്പോൾ നമുക്കറിയാം, ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ എക്യുപ്മെന്റുകൾ അവിടെ ഉപയോഗിക്കും. ഏത് രോഗികളെ ആണെങ്കിലും അവരുടെ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾ അല്ലെ, രോഗനിർണയ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചികിത്സാ കാര്യങ്ങൾക്കൊക്കെ എല്ലാം വേണ്ടിയിട്ട് പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ ഉപയോഗിക്കും. ഈ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, ചിലതൊക്കെ അല്ലെ രോഗികളെ പരിശോധനയ്ക്കും അല്ലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇൻ കേസ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, സർജിക്കൽ വിഭാഗത്തിന് എപ്പോഴും ഓരോ രോഗിയെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താണ്, ആ എക്യുപ്മെന്റിന് പ്രധാനമായിട്ടും എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവോ? ഒരു ഓക്കെ ഉണ്ട്. എന്തായിരിക്കും? അണുക്കള് പറ്റി പിടിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അല്ലേ? ഓക്കെ, അപ്പൊ ഈ അണുക്കൾ നമുക്കറിയാം, ഈ അണുക്കൾ നഷ്ടപ്പെടുത്തണം. തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുപക്ഷെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജേംസിനൊന്നും കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ എന്താണ്, ഈ അണുക്കളെ പക്ഷെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തി എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സാധാരണയായിട്ട് ഓരോ ഹോസ്പിറ്റലിലും എന്താണ്, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, അതിനൊരു പ്രത്യേകം തന്നെ വിഭാഗം തന്നെയായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ അവരുടെ അവിടെ കളക്ട് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തും. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാണ്. അത് വ്യത്യസ്ത രീതികളിൽ അണുവിമുക്തമാക്കാനുള്ള സൊല്യൂഷനുകളുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ, അതായത് വ്യത്യസ്ത മെഷീനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അണുവിമുക്തമാക്കിയിട്ടാണ് പിന്നീട് ഈ എക്യുപ്മെന്റുകൾ ഉപയോഗപ്രദമാക്കുന്നത്. നമുക്കറിയാം, ഒരു രോഗിക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ് അപ്പാടെ എല്ലാം നശിപ്പിച്ച് കളയുന്നില്ല, ആണോ? ചിലതൊക്കെ നമുക്കറിയാം റീയൂസബിൾ അല്ല, അതെല്ലാം നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. പക്ഷെ മിക്കവാറും ചില എക്യുപ്മെന്റ്സ് ഒക്കെ വീണ്ടും ഉപയോഗിക്കും അല്ലെ, അടുത്ത പേഷ്യന്റിലും ഉപയോഗിക്കും. പക്ഷെ അത് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കഴുകി മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്. അതിൽ അണുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സ്റ്റെറിലൈസേഷൻ എന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം അവിടെ നടപ്പാക്കുന്നുണ്ട്.
സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ അണുവിമുക്തമാക്കുന്ന ഒരു പ്രവർത്തനം. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ഐഡിയ മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഇതിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻട്രൊഡക്ഷൻ നോക്കാം. From an infection control view, it is necessary to make sure that proper disinfection of surgical equipment is done. അതായത് നമ്മുടെ അണുക്കൾ പറ്റി പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ, സർജിക്കൽ എക്യുപ്മെന്റിലൊക്കെ അണുക്കൾ ഉണ്ടെങ്കിൽ അവിടെ പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അണുവിമുക്ത പ്രവർത്തനം അവിടെ നടപ്പാക്കേണ്ടതുണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂവിൽ നമ്മൾ ആ ഒരു കോണിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ അണുവിമുക്തമാക്കുക എന്നുള്ള പ്രവർത്തനം നടപ്പാക്കേണ്ടതുണ്ട്. If instruments are microbially tainted, this leads to an increased likelihood of contamination and later infection of the surgical wound. As a result, appropriate sterilization of surgical instruments is suggested as one of the basic and accepted measures against surgical site infections. അതായത് ഇതില് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, നമ്മള് അല്ലെ സൂക്ഷ്മ അല്ലെ മൈക്രോബയോളി ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അല്ലെ, ചേഞ്ച് എന്ന് പറഞ്ഞാൽ മലിനമാക്കുക, അത് കണ്ടാമിനേറ്റഡ് എന്ന് തന്നെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ്സിലെല്ലാം തന്നെ എന്താണ് സൂക്ഷ്മ ജീവികള് പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് എന്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും? ഈ സർജിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലൊക്കെ എന്താണ് അണുക്കളെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് സർജിക്കൽ സേഫ് ഇൻഫെക്ഷൻ എന്നാണ്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സ് എവിടെയാണ്? If instruments are microbially tainted എവിടെയാണോ? ആ tainted അവിടെയാണോ? SSI-യുടെ അല്ല, SSI-യുടെ കാര്യമാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, കറക്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? സർജിക്കൽ സേഫ് ഇൻഫെക്ഷൻ. ഓക്കെ, ടെക്സ്റ്റിലുള്ളത് തന്നെയായിരിക്കും കറക്റ്റ്, പുതിയ ഇത് തന്നെയാണ് സർജിക്കൽ സേഫ് ഇൻഫെക്ഷൻ. ഓക്കെ, ലാസ്റ്റ് ഇതിലേക്ക് വരുമ്പോ മനസ്സിലാവാതെ. ഓക്കെ, ഇവിടെ നോക്കാം എന്താണ് നമ്മുടെ കൃത്യമായിട്ട് സെക്കൻഡ് പോയിന്റിലേക്ക് വരിക. If instrument are microbially, അവിടെ ടേഞ്ചിന് പകരം കണ്ടാമിനേറ്റഡ് എന്നാണോ? രണ്ട് മീനിങ് സെയിം തന്നെയാണ്. ടേഞ്ച് തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇഫ് ഇൻസ്ട്രുമെന്റ് ആർ മൈക്രോബിയലി ടേഞ്ച്, ടേഞ്ച് എന്ന് വെച്ചാൽ പറ്റി പിടിച്ചിരിക്കുക. ഇൻ കേസ് കണ്ടാമിനേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലിനമാകുക എന്നുള്ള ഒരു മീനിങ് തന്നെയാണ്. This lead to increased likelihood of contamination and later infection of the surgical wound as a result. അതായത് സർജിക്കൽ wound അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് പോവാം. അതായത് സെക്കൻഡ് പോയിന്റിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്, നമ്മൾ ഇൻ കേസ് അല്ലെ നമുക്ക് ഇൻഫെക്ഷൻ ഉള്ള പറ്റി പിടിച്ചിരിക്കുന്ന ഇൻ കേസ് എന്തെങ്കിലും എക്യുപ്മെന്റ്സിലെ എന്തെങ്കിലും അണുക്കള് സൂക്ഷ്മ ജീവികളെല്ലാം എന്തെങ്കിലുമൊക്കെ അണുബാധകളൊക്കെ അണുക്കളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിട്ട് തീർച്ചയായിട്ടും നമ്മൾക്കറിയാം അത് ഇതിലേക്ക് നയിക്കും അല്ലെ. വലിയ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഒക്കെ എന്താണ് ഇൻഫെക്ഷൻ വരാനായിട്ട് അണുബാധ വരാനായിട്ട് സഹായിക്കും അല്ലെ. അത് തീർച്ചയായിട്ടും അണുബാധയിലേക്ക് നയിക്കും അല്ലെ. If instruments are microbially tainted, this leads to an increased likelihood of contamination and later infection of the surgical wound. Okay, അപ്പൊ അവിടെ മലിനമാകാനായിട്ട് സാധ്യതയുണ്ട്. അത് മാത്രമല്ല
എന്താണ് ഇൻഫെക്ഷൻ അല്ലെ, വലിയ വലിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ മുറിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ മുറിവിലൂടെ തന്നെ ഈ ഇൻഫെക്ഷൻസ് വരാനായിട്ട്, അണുബാധ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. As a result, appropriate sterilization of a surgical instrument is suggested as one of the basic and accepted measure against surgical safe infection. അല്ലെ, അവിടെ നോക്കാം എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് as a result അല്ലെ, അതിന്റെ പരിണത ഫലം, കൃത്യമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് അവിടെ അണുവിമുക്തമാക്കിയിട്ടുള്ള നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ അത് കൊണ്ടുവരേണ്ടതുണ്ട്. അണുവിമുക്തമാക്കിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരണം എന്നതുകൊണ്ട് പ്രധാനമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വൺ ഓഫ് ദ ബേസിക് ആൻഡ് ആക്സെപ്റ്റഡ് മെഷർ അഗെയിൻസ്റ്റ് ദ സർജിക്കൽ സേഫ് ഇൻഫെക്ഷൻ. അതായത് നമുക്ക് എന്തെങ്കിലും അല്ലെ സർജിക്കൽ ആയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അവിടെ സുരക്ഷിതമായിരിക്കും അല്ലെ, സ്റ്റെറിലൈസേഷൻ ഉണ്ടെങ്കിൽ. സൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ ടെക്സ്റ്റ് പുതിയ എഡിഷൻ ടെക്സ്റ്റിൽ എന്തുകൊണ്ട് വന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നോട്ട് അടിച്ച് നിന്നത്. ഞങ്ങൾക്കൊക്കെ ഇതല്ലേ ടെക്സ്റ്റ്. എനിവേ ഒന്നും കൂടെ റെഫർ ചെയ്തിട്ട് ഞാൻ അതിന് ക്ലിയർ ചെയ്യാം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ നോക്കാം. അപ്പൊ ഇതെന്താ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക് ആൻഡ് അക്സെപ്റ്റഡ് മെഷർ അഗെയിൻസ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ. അവിടെ പ്രധാനമായിട്ട് നമ്മളുടെ അണുവിമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് അത്തരത്തിലുള്ള സർജറികളൊക്കെ സേഫ് ആണ് അല്ലെ. കാരണം അവിടെ അണുക്കള് പ്രവേശിക്കാനായിട്ട് മുറിവിലൂടെയൊന്നും പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അവിടെ സേഫ് ആണെന്ന്, അല്ലെങ്കിൽ ആ സൈറ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ അത് സേഫ് ആണെന്ന് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെ, അവിടെ കൃത്യമായിട്ടുള്ള അണുനശീകരണ പ്രവർത്തനം അവിടെ മസ്റ്റ് ആണ് അല്ലെ. അല്ല എങ്കിൽ നമുക്കറിയാം എന്താണ് അണുക്കള് ഈ മുറിവുകളിലൂടെ, ആഴത്തിലുള്ള ഈ മുറിവുകളിലൂടെ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒപ്പം അണുബാധ രോഗിക്ക് വരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അവിടെ എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കാര്യം നോക്കാം. എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? കൺസിസ്റ്റ് ഓഫ് ദോസ് സർവീസസ്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഒന്നുകൂടി പറയാം. സ്റ്റെറിലൈസേഷൻ എന്നുള്ള കാര്യം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. സ്റ്റെറിലൈസേഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്തുവിന്റെ ഉപരിതലത്തിൽ എന്തെങ്കിലും അണുക്കൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയോ? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എക്യുപ്മെന്റിന്മേ എന്തെങ്കിലും അണുക്കൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും, അത് നമുക്ക് സാധാരണ വിസിബിൾ ആവണമെന്നില്ല അണുക്കളൊന്നും. അപ്പൊ അതിന് എന്തെങ്കിലും അണുക്കൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അണുക്കളെ നശിപ്പിക്കുന്ന നശീകരണ പ്രവർത്തനമാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ സ്റ്റെറിലൈസേഷൻ എന്താണെന്നുള്ളത്? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? റിസൾട്ട് അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ. ഇൻ കേസ് നല്ല ഒരു കൃത്യതയോടുകൂടിയുള്ള സ്റ്റെറിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അണുക്കളൊക്കെ എന്താണ് അപ്പോ നഷ്ടപ്പെട്ടിട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അണുക്കൾ ഇല്ലാത്ത ആ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്? ഇൻസ്ട്രുമെന്റ് ഈസ് സജസ്റ്റഡ് ആസ് ദ വൺ ഓഫ് ദ ബേസിക് ആൻഡ് ആക്സെപ്റ്റഡ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടത്തിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? CSSD. എന്താണ് CSSD എന്ന് പറയുന്നത്? ആ ഒരു പോയിന്റും കൂടി നോക്കി അവസാനിപ്പിക്കാം. അതായത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. കാർഡിയോളജി വിഭാഗമുണ്ട്, ന്യൂറോളജി വിഭാഗമുണ്ട്, നെഫ്രോളജി വിഭാഗമുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗമുണ്ട്.
ഈ വിഭാഗത്തിലെല്ലാം തന്നെ നമുക്കറിയാം പേഷ്യൻസുകൾ ഉണ്ടാവും. അവരവരുടെ രോഗങ്ങളായിട്ട് അവിടെ പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റഡും ഒക്കെ ആയിരിക്കും അല്ലെ. പേഷ്യന്റ് ഉണ്ടാവും അവിടെ. എന്താണ് പല വ്യത്യസ്ത ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ചിലപ്പോൾ ആണെങ്കിൽ 2 വിഭാഗക്കാർക്കൊക്കെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഓരോന്നിനും ചിലപ്പോൾ വിഭാഗങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷെ അവിടെ എല്ലാം ഈ തിയേറ്ററിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരില്ലേ? ഓക്കെ. അപ്പൊ ഈ എക്യുപ്മെന്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എല്ലാം സ്റ്റെറിലൈസേഷൻ നടത്തണം എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അത് നന്നായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അണുക്കളില്ലാത്ത ആ ഒരു സർജറി പ്രൊസീജിയർ നിർവഹിച്ചു പോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇത്തരം എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള ഈ എക്യുപ്മെന്റുകളെല്ലാം ഈ മലിനമായിട്ടുള്ള അണുക്കൾ നിറഞ്ഞ ഈ ഓരോ പ്രൊസീജിയർ കഴിയുമ്പോഴും അണുക്കൾ നിറഞ്ഞ ഈ എക്യുപ്മെന്റുകളെല്ലാം കളക്ട് ചെയ്ത് സ്റ്റെറിലൈസേഷൻ അണുവിമുക്തമാക്കുന്ന പ്രോസസ് എല്ലാം നടത്തി അവർക്ക് ആവശ്യാനുസരണം എന്താണ് ഓരോ എക്യുപ്മെന്റ്സുകളും സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമുക്കറിയാം വ്യത്യസ്ത വിഭാഗങ്ങൾക്കാർക്ക് സർജറി ആവശ്യമാണ്. അവർക്കെല്ലാം അണുവിമുക്തമായ എക്യുപ്മെന്റ്സും ആവശ്യമാണ്. ഓരോ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ അതുമേക്ക് അണുക്കൾ ഉണ്ടാവും. അപ്പൊ ഈ അണുക്കളെല്ലാം നിറഞ്ഞ എന്താണ് ഈ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ കളക്ട് ചെയ്ത് എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റെറിലൈസേഷൻ അല്ലെ നമ്മുടെ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് തന്നെ അവരെ കളക്ട് ചെയ്ത് അണുവിമുക്തമാക്കി ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യാനുസരണം എക്യുപ്മെന്റ്സുകൾ അല്ലെ അത് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ചെറിയ ഐഡിയ കിട്ടിയില്ലേ? പോയിന്റിലേക്ക് പോകാം. ഓക്കെ. The CSSD consists of those services within a hospital which accept stores, process, distributes and controls professional supplies and equipment, both sterile and non-sterile, and from all departments of the hospital for the care and safety of patients. അതായത് നമ്മുടെ പേഷ്യൻസ് അവിടെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ട് അവരുടെ പരിചരണത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റില് അല്ലെ ആയിരിക്കും നമുക്കറിയാം പേഷ്യൻസുകൾ വരുന്നത്. ഇങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പേഷ്യൻസിന്റെയും സുരക്ഷിതമായിട്ടുള്ള ഒരു അല്ലെ സുരക്ഷിതമായിട്ടുള്ള അവരുടെ ആ കെയർ പരിചരണത്തിന് വേണ്ടിയിട്ട് അവിടെ എന്താവശ്യമാണ്? അവിടെ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമാണ് എന്നുള്ളത് അറിയാമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും എന്താണ് അവിടെ സ്റ്റെറിലൈസിന് മുമ്പുള്ള അല്ലെ ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ അല്ലെ ഇവിടെ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ പ്രവർത്തനങ്ങൾ ഓരോ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ അവിടെ എന്താണ് കളക്ട് ചെയ്യണം അല്ലെ. കളക്ട് ചെയ്ത് അത് അണുവിമുക്തമാക്കണം. CSSD consists of those service within a hospital which accepts stores അല്ലെ. അപ്പൊ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു സർവീസ് ഒരു സേവനമാണ് അവിടെ നിർവഹിക്കുന്നത്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പ്രോസസ് ഡിസ്ട്രിബ്യൂട്ട്സ് ആൻഡ് കൺട്രോൾസ് പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അതായത് അവര് വിതരണം ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്? ഓരോ സർജറിക്കും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അത് അവര് കൃത്യമായിട്ട് തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ, സൂക്ഷിച്ചു വെക്കണം. ഓരോരുത്തരും ആദ്യം നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം പറയുന്നതനുസരിച്ചിട്ട് അല്ലെ ആദ്യം മെസ്സേജ് ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇത്രയും എക്യുപ്മെന്റ്സ് വേണം എന്നുള്ള മെസ്സേജുകൾ അവർക്ക് എത്തിക്കും. ആദ്യം മെസ്സേജ് വരുന്നതനുസരിച്ചിട്ട് തന്നെ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. വീണ്ടും എന്താണ് ഈ സർജറി കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും അണുക്കൾ നിറഞ്ഞ ഈ എക്യുപ്മെന്റ്സുകൾ അവര് അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ നടത്തും. വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കും. ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, സപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാ പറയുന്നത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ അല്ലെ. നമ്മുടെ അണുവിമുക്തമായതും അണുക്കൾ അല്ലെ ഉള്ളതുമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം കളക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ്? നമ്മുടെ സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ്. അതിനു വേണ്ടിയിട്ട് അവര് ഓരോ ഡിപ്പാർട്ട്മെന്റും ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം.
2 പാരഗ്രാഫ് ആണ് ഇന്ന് എടുത്തേക്കുന്നത് പുതിയ ചാപ്റ്ററിന്റെ. ജസ്റ്റ് വായിച്ചു നോക്കാം. അവിടെ ഫുൾ ഫോം ഒക്കെ മസ്റ്റ് ആയിട്ട് പഠിക്കുക. എന്താണ് CSSD? അത് മിക്കപ്പോഴും കാണാറുള്ളതാണ്. സെൻട്രൽ സ്റ്റെറൈൻ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഞാൻ ഒന്നും കൂടി ക്ലിയർ ഔട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കാര്യം ക്ലിയർ ആയോ? നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഒക്കെയാണ്. അതായത് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെ രീതിയിൽ എവിടെയാണ് അത് ചെയ്യേണ്ടത്, കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെയുണ്ട്. അതായത് കളക്ട് ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതൊക്കെ എങ്ങനെയാന്നുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മള് അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റുകളൊക്കെ കളക്ട് ചെയ്യണം, ക്ലീനിങ് ചെയ്യണം, പാക്കിംഗ് ചെയ്യണം. അങ്ങനെ കുറച്ച് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തുന്നത്. അത് വ്യത്യസ്ത തരത്തിലേക്ക് നമുക്ക് ഈ എന്താണ് സ്റ്റെറിലൈസേഷൻ നിർവഹിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ചെറിയ ചാപ്റ്റർ ആണ്, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, Miss.